വണക്കം വണക്കം തമിഴ് മക്കളെ, നമ്മളിപ്പോൾ എങ്ങനെയാണുള്ളത്? നമ്മളിപ്പോ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ ബട്ടു കേവ്സ്. യെസ്, ഇവിടാണ് നമ്മുടെ വലിയ വിഗ്രഹം ഉള്ളത്. അതെ അതെ, മലേഷ്യ വന്നു കഴിഞ്ഞാൽ എല്ലാരും നിങ്ങളെ ഫോട്ടോയും വീഡിയോ ഇട്ട് വെറുപ്പിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അല്ലേ? മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ടെമ്പിൾ ആണ് എല്ലാവർക്കും. വണ്ടി നമ്മൾ ഇവിടെ സീബ്ര ക്രോസിംഗിൽ കൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് അറിയില്ല, എല്ലാരും പോയി, നമുക്ക് സമയമില്ല. ഓക്കെ, ബാ ഒരു ഗ്യാസ് ഊറ്റി എടുത്തിട്ട്. നാട്ടിൽ ഗ്യാസ് ഇല്ല, ഇവിടെ കണ്ടെയ്നർ നിറയെ ഗ്യാസ്. എന്താ വ്യൂ ഗൈസ്? ഓ ഇതെന്താ വ്യൂ? ഓടി കോട്ടിക്കുന്നതിനാ ഞാൻ ഇപ്പൊ ഓടിക്കോണം. ഞാൻ ഇവിടുന്ന് ഒരു നമ്മുടെ ഫോർച്യൂണർ അലോയ് വാങ്ങിച്ചോണ്ട് പോയാൽ എന്തോന്ന് ആലോചിക്കും. ഇഷ്ടം പോലെ അലോയ് ഷോപ്പ് കേട്ടോ. ഞാൻ ഇപ്പൊ ഒരു കാറിന്റെ ഒരു വണ്ടി കൊടുക്കാം, ഒരു റാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ഓ മോഡിഫൈ ചെയ്ത് അലോയ് കിട്ടും, ഒരു റെഡ് സാധനം, കിണ്ണ ലുക്ക് ഗൈസ്. മുരുകൻ ഒരു പാട്ട് പാടും മൃദുലേ. തമിഴ്നാട്ടുകാരിയായിട്ട് നീ ഒരു മുരുകനെ കണ്ടിട്ട് ഒരു പാട്ട് പാടില്ലെങ്കിൽ പഴനിമഴ. ഒന്നുകൂടി പഴനിമല അല്ലല്ലോ, ആ ഫ്ലോ അങ്ങ് പോയി. നീ പാട് പഴനിമല മുരുകനെ മുരുകയ്യ. ഓ ഇതുവഴി നടക്കാവും. ഇത് വണ്ടി പോകുന്ന സ്ഥലം, വണ്ടി പോകുന്ന സ്ഥലം നമുക്ക് അറിയത്തില്ലായിരുന്ന. സോറി, കളർഫുൾ പടി. വേൽ മുരുക വേൽ 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 മുരുക. അത് പാടാം, കാരണം വേലും കൊണ്ടല്ലേ നിൽക്കുന്നത്. പാടം വിട്ട് എനിക്ക് അറിയത്തില്ല പാടാൻ. ഞാൻ പാടിയിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. അയ്യോ കിണർ, ഫോൺ അതിനകത്ത് കിടക്കും കേട്ടോ. ഏട്ടാ ഈ പടി നോക്കി എന്ത് കളർഫുൾ ആയിട്ട്. ശേഷം നമുക്ക് മേളിപ്പോ സമയമുണ്ടോ? നമുക്ക് നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി വന്ന്. ഉയ്യോ ഏതാ മോനെ, ഏതാ ഫ്രെയിം, കിടിലം സെറ്റ് കേട്ടോ മൃദുലേ. പക്ഷെ ഇവിടൊക്കെ വരണമെങ്കിൽ ഒരു സാരി ഒക്കെ ഉടുത്ത് വരണം. പക്ഷെ നേരത്തെ വരണം, ഈ സമയത്ത് വന്നിട്ടും കാര്യമില്ല. ഇതിനകത്തല്ലേ നമ്മുടെ ഷാറുഖ് ഖാൻ ഇങ്ങനെ എടുത്തോണ്ട് കയറുന്ന? അതിതാണോ? ഇതല്ലേ? അറിയില്ല. അങ്ങനത്തെ ഒരു സീൻ ഞാൻ മലേഷ്യയിൽ വന്നിട്ടാണോ? സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അറിയത്തില്ല. ഞാൻ നിന്നെ എടുത്ത് കേട്ടട്ടെ ഈ ഫുള്ള്. എന്നെ മാത്രം അങ്ങനെയൊക്കെ ആരെങ്കിലും നേർച്ച പറയായിരിക്കും ഇല്ലേ? ഇവിടെ വന്നിട്ട് ഈ സ്റ്റെപ്പ് ഫുള്ള് ഞാൻ എന്റെ ഭാര്യ എടുത്ത് കയറിക്കോളാന്നൊക്കെ. അതേത് ലോക പൊട്ടനാ? അതേത് ലോക പൊട്ടനാ? ഏട്ടാ ഇങ്ങോട്ട് നോക്ക്. എടാ നമുക്ക് ഇതുവഴി പോവാം. അവിടെ ഒരു ഹനുമാന്റെ വിഗ്രഹം ഉണ്ട്. ഇവിടുത്തെ പ്രാവ് പറക്കൂല. ഓടി പോകുമ്പോ നല്ല സീനറി ഒക്കെ ആണ്, പക്ഷെ ഇവിടുത്തെ പ്രാവ് പറക്കൂല. ഏട്ടാ അതിന്റെ ഇടയ്ക്ക് കുരങ്ങുണ്ട് ഏട്ടാ. നിങ്ങളോട് ഓട് 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 പ്രാവിനെ പറമ്പീര്. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പ്രാവ് പറക്കൂല, മടിയൻ പ്രാവാ. തിരിഞ്ഞു നിന്നടാ അത്. ഇവിടുത്തെ പ്രാവ് അതിനെ ചവിട്ടിയാലും അത് പറക്കൂല. നമ്മളെ വിചാരിക്കാണ് ചവിട്ടി പോകുന്നത്. പിടിക്കാവോ ഇതിനെ? അറിയില്ല, കുരങ്ങുണ്ടല്ലോ. വേണ്ട കണ്ണിയെല്ലാം കൊത്തും ചെറുക്കന്റെ. അത് വിചാരിക്കും അതിന്റെ അരിയാന്ന്. നമ്മളെ സൈഡിൽ സൈസിന് ഒത്തുവരണം വന്നിട്ടുണ്ടെന്ന്. ഒരു മിനിറ്റ്, ഇതോടെ വെക്കാൻ അത് എടുത്തോണ്ട് പോവാ. എവളെ പോലെ അമ്പുന് കാക്ക എന്ന് വിചാരിച്ച് കാക്ക പറയോട്ടെ. അമ്പു കാക്ക ഇറങ്ങിക്കൊള്ളാന്നുണ്ട് സാറിന്. ഇറക്കി വിടുന്നോണ്ട് പ്രശ്നമില്ല, പക്ഷെ ഇവിടെ മൊത്തം കാട്ടമാണേ. ഇപ്പൊ കൈ വെച്ച് മാറി ഇപ്പൊ ഇറങ്ങൂല. അത് പേടിയായിരിക്കും. ഇറക്കി നോക്കിയേ. ഇറങ്ങണമെന്ന് പറഞ്ഞു നേരത്തെ. ആണോ? ഇവന് പേടിയില്ല, പിടിക്കാൻ പോവും. നമുക്ക് ജസ്റ്റ് കേറാം, മേലോട്ട് കേറാം. ചെറുക്കനെ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ നോക്കുന്നേ. അവന്റെ കാക്കയുടെ പുറകെ പോവാ. അല്ല, കാക്കല്ല പ്രാവിന്റെ പുറയില്. അവൻ നോക്കുന്ന അമ്പു 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 അമ്പു. ഇത് അച്ഛനടുത്ത്, അച്ഛനടുത്ത്. ഓ ദാണ്ടേ ചെറുക്ക ഇന്ന് കൊത്തു വാങ്ങും അവൻ. കൊരങ്ങിന്റെ ഫ്രണ്ടിൽ ചെന്ന് പെടല്ല, അത് മാന്തോ. കൊരങ്ങ അതിനെ അടിച്ചോട്ടിക്കുന്നുണ്ടല്ലോ. പേടിയായി. എന്നാലും പേടിയില്ല, ഓടും. എന്റെ പൊന്നമ്പു കൊത്ത് നീ 5-6 കൊള്ളും കേട്ടോ. ചേടാ ഇത് വലിയ കേട്ടോ. അമ്പുവിന്റെ സ്വർഗ ലോകത്തെത്തിയിരിക്കുകയാണ്. വേറെ ഒന്നും വേണ്ട. അമ്പു ബാബുന്നൊക്കെ പറയുന്നത് അതിന്റെ അടുത്തേക്ക് വരാൻ. നമ്മള് സ്റ്റെപ്പ് കയറിയതല്ലേ? സ്റ്റെപ്പ് കയറാൻ നമുക്ക് സമയമില്ല. ഇവനെ വെച്ചോണ്ടല്ലേ കേറണമെങ്കിൽ കേറാം. ഏട്ടാ പിടിച്ചോളേട്ടാ. കൊത്തുകൂടാ? എനിക്കറിയത്തില്ല മൃദുലേ. ഇവ 5-6 കൊത്ത് വാങ്ങിച്ചിട്ടേ പടങ്ങും. ഒരു കൊത്ത് കിട്ടിയ ഞാൻ വന്നേനെ.
ചുമ്മാ ആ കൊത്തുന്ന കണ്ണില്ലാതെ 3G കേട്ടോ. മതി 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 മതി. എന്റെ കൂടെ കൊരകൊണ്ട് കൊത്തും നമ്മളെ കൊത്തും സത്യമായിട്ട് കൊത്തുവേ. ഇനി അവിടോട്ട് വിട്ടിട്ട് ഓടി വന്ന് 2-3 ക്ലിപ്പ് എടുക്കാം. ഈ കൊരങ്ങിനെയാണ് പേടിക്കണ്ട. മാറി മാന്തേ. നമുക്ക് ടൈം ഇല്ലെങ്കിലും നമുക്ക് കേറാം ഗൈസ്. കാരണം നമ്മളെ ഇന്ന് കുറച്ച് എല്ലാരും ഒന്നിച്ച് വന്നാലേ വണ്ടി എടുക്കുള്ളൂ. അപ്പൊ 2-3 ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ടൈം ചെയ്യാൻ പറ്റില്ല. കാര്യമില്ല. സോ നമ്മൾ ഇവിടെ 400 പടിയുള്ള 1000 ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ കേറാം. ചെരുപ്പ് പോലും ഊരണ്ടാ. എല്ലാരും ചെരുപ്പിട്ടുണ്ടാ കയറുന്നേ അല്ലേ? സത്യം പറഞ്ഞാൽ അവിടെ ചെരുപ്പ് ഊരിട്ടാ കയറണ്ടേ. എല്ലാരും ഷൂസ് ഇട്ടുണ്ടാ കയറുന്നേ. പിന്നെ നമ്മളും ഇവിടെ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല. ഷോർട്ട്സ് ഇട്ടുകൊണ്ട് കയറി. മേ ബി സ്റ്റെപ്പ് കയറുന്നതിന് പ്രശ്നമില്ലായിരിക്കാം. ആണുങ്ങളൊന്നും ഷോർട്ട്സ് ഇട്ടൂടാ, ഗേൾസും ഇട്ടൂടാ ഡ്രസ് അങ്ങനെ. അയ്യോ അമ്മേ, ഇത് തീരത്തില്ല കേട്ടോ. വെറുതെ ഇത് നല്ല ടൈം എടുക്കുന്ന പരിപാടി കേട്ടോ. ചെറിയ സൈഡിൽ കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ മേളിന്. ഇത് ആർട്ടിഫിഷ്യൽ ആയിരിക്കോ? അല്ല ഒറിജിനൽ വെള്ളച്ചാട്ടം ആയിരിക്കും. ഫോറസ്റ്റ് അല്ല മോളെ, ഇത് മൗണ്ടെയിൻ. ഹൈറ്റ് നോക്കി എത്ര ഹൈറ്റ് ആണ് കൈ. അയ്യോ, ഇതെന്താന്നറിയാമോ മടുക്കുന്ന? കുത്താണ് ഇല്ലേ? കുത്ത് സ്റ്റെപ്പാ. പോണേ മാറി. അങ്ങനെ കയറുന്ന ഏറ്റവും പാട്. ആര് പറഞ്ഞു? വളഞ്ഞു കയറിയാ എന്താ പ്രശ്നം? അങ്ങനെ കേറിയ പെട്ടെന്ന് കേറും. ഇങ്ങനെ കയറണോ അല്ലേ? വളഞ്ഞു കയറണം. ഓക്കെ, അതൊരു ഗുഡ് ഹാക്കാണല്ലോ ഏട്ടാ. തെമ്മല കുന്ന് കയറി ശീലമുണ്ടേ. ഓ, അതുകൊണ്ട് അറിയാം. അന്ന് അങ്ങനെ എക്സണൊക്കെ ഒന്ന് കേറിയാണ് നോക്കട്ടെ. അതെ, നമുക്ക് ഇവിടുത്തെ കുരങ്ങിച്ച് ഡേഞ്ചറാ. അള്ളു നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കോട്ടോ. നമ്മൾ ഇത്രയും ഡ്രോൺ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല വ്യൂ ഉണ്ട് ഇവിടുന്ന്. കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. കണ്ടിന്യൂ. അയ്യോ, ഈ കുരങ്ങിനെ കാരണം എന്നാലും പ്ലാസ്റ്റിക്കിന് കുറവൊന്നുമില്ല കഴിച്ചു. നോക്കേ, ചവറാക്കിയിട്ടേക്കുന്നേ. എത്ര അടിപൊളി സ്ഥലം. കുറച്ച് ചെറുക്ക് എന്റെ വരത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അടുത്ത വരുന്നില്ല എന്റെ കയ്യില്. കരയാതിരിക്കട്ടെ. അതല്ല, ഞാൻ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് അച്ഛൻ മോനാവും, ഇടയ്ക്ക് അമ്മ മോനാവും. അവന്റെ മൂഡ് അനുസരിച്ച്. ഇപ്പൊ ഉറക്കം വന്നിരിക്കുന്നോണ്ട് അമ്മ മോനാ. അതുകൊണ്ട് അമ്മ ചെന്നു. കുരങ്ങേ ഉള്ളൂ സന്തോഷം. കുരങ്ങനെ പിടിക്കാൻ പോവാ. അള്ളി കേട്ടി പ്രാവണക്കല്ല. കോതങ്ങൻ. അയ്യോ നമ്മളെ വിളിക്കുന്ന. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ ഓർമ്മയാണെന്നറിയോ? ഗുണാക്കേവ്. ഇതൊരു സിനിമ കാണത്തില്ലേ? അടിപൊളിയാട്ടോ. തമിഴ് പാട്ട്. ഇപ്പൊ നമ്മള് നടന്ന് അമ്പലത്തിനടുത്ത് എത്തി കേട്ടോ. ഇതിനകത്ത് അമ്പലം. അയ്യോ, എവിടാ ഇത്? ദർശനല്ലേ? ഇവിടം വരെ നമുക്ക് ചെരുപ്പിടാം കേട്ടോ. ഇതിന് ക്ഷേത്രമാണ്, അങ്ങോട്ടാണ് ക്ഷേത്രം. അവിടെ നമുക്ക് ഷൂസ് അല്ല. അവിടെ അല്ല. അവിടെ എന്തോ അവിടെ വേറൊരു അങ്ങോട്ടും അമ്പലം ഉണ്ടോ? അത് ആ സ്റ്റെപ്പ് കയറാൻ വയ്യ. മുരുകന്റെ 2 ഭാര്യമാരായ എവിടാന്ന് തോന്നുന്നു. ശ്രീവല്ലി ദേവി. ദേവയാനി. പള്ളിയും ദേവയാനി. മുരുകന് 2 വൈഫ് ഉണ്ടല്ലേ? കൊച്ചു കള. അയ്യപ്പൻ സോളോയാ. അയ്യപ്പൻ സോളോ അല്ലേ? അയ്യപ്പൻ സോളോ അല്ലേ? പിന്നെ അതില്ലേ കെട്ടാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നത് മാളികപ്പുറത്തിന്. ഗൈസ്, അപ്പൊ നമുക്ക് ടെമ്പിളിനകത്തോട്ട് കയറാം. ഇതിനകത്ത് ഒന്നും ഞാനും കണ്ടിട്ടില്ല കേട്ടോ. വീഡിയോസിലൊന്നും. ഫോട്ടോസൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഭയങ്കര എക്കോ ഉണ്ട് കേട്ടോ സംസാരിക്കുമ്പോ. നമ്മള് മൈക്ക് വെച്ചോണ്ട് അത്ര അറിയത്തില്ല. അടിപൊളി. ആ ഒരു അമ്പലത്തിന്റെ മണം ഉണ്ടല്ലോ. തമിഴ്നാട് അമ്പലത്തിന്റെ ഒരു വേറൊരു മണം ഉണ്ട്. അകത്ത് കയറുമ്പോ ഭസ്മത്തിന്റെയും ഈ ഇല്ലേ നമ്മൾ ഈ തിരുമലക്കോവില് പോകുമ്പോ ഉള്ള അതേ മണം സെയിം. അതിനകത്ത് കയറുമ്പോ ഒരു മണമുണ്ട്. നിങ്ങളും ദർശനം വാങ്ങിച്ചോ. ഇവിടെ വീഡിയോഗ്രാഫി ഒക്കെ അലൗഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊന്നും അമ്പലത്തിൽ ഒരിക്കലും വിഗ്രഹമൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നോ പ്രോബ്ലം. ഇത് പ്രൈവറ്റ് ആട്ടോ, ഗവൺമെന്റിന്റെ അല്ല. പാമ്പൂട്ട് എന്തെങ്കിലും കുറിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടില്ലേ? ഇല്ലേ ബ്രദറെ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ വിഗ്രഹമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും പ്രശ്നമൊന്നുമില്ല. അതാണ് കേട്ടോ മെയിൻ വിഗ്രഹം. ഉത്സവം. ഇത് സത്യത്തിൽ ഒരു അമ്പലത്തിനപ്പുറം ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണ് അല്ലേ? എല്ലാവരും മെയിൻ അട്രാക്ഷൻ അല്ലേ ഇവിടുത്തെ. ഹൊറർ മ്യൂസിക് ഇട്ടാണ്ടല്ലേ എല്ലാവർക്കും പേടിയാവും. അവിടെ മഴ പെയ്യുമ്പോണ്ടല്ലോടാ ഭയങ്കര രസമായിരിക്കും. സെറ്റായിരിക്കും.
മൃദുലയും അമ്പൂട്ടനും. ഇതുപോലെ അമ്പൂട്ട എവിടെയെങ്കിലും പോകുമ്പോ അവരെ ഞാൻ പിടിച്ചു നിർത്തുന്നത്. അത് വാലുണ്ടാണ്, വാലിൽ പിടിച്ചു നിർത്തും. അടിപൊളിയില്ലേ? ചെറിയെന്ന് എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. വിത്ത് യുവർ പെർമിഷൻ. എന്റെ കുഞ്ഞിനെ നീ നോക്കിക്കോ. അവിടെ ഇങ്ങ് പിടിച്ചോ. വാ വാ. ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നതിന് പാവല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് ട്രെൻഡിങ് ആയാലോടാ ഒരു കുരങ്ങിനെ ഭയങ്കര അവഗണിക്കുന്ന. അതൊരു പാവക്കുട്ടിയെ കൊണ്ട് നടക്കുന്ന. ആ കുരങ്ങൊക്കെ ഇത് കണ്ടു പഠിക്കണം. പഠിക്ക് കുരങ്ങ. അല്ല അങ്ങനെ പറയില്ല. അതിനെ അമ്മയില്ലാതാണ്ടായതാ. ആണോ? എനിക്കറിയത്തില്ല. എന്റെ കുഞ്ഞിനെ അങ്ങനെ തൊട്ടാ കടിക്കും. ആ ചേച്ചിയുടെ ധൈര്യം ഞാൻ സമ്മതിക്കുന്നു. അവർക്ക് കുരങ്ങിനെ പറ്റി അറിഞ്ഞൂടെ തോന്നുന്നു കേട്ടോ. അതോ ചേച്ചി അള്ളു കീറുന്നത്. നമ്മുടെ വീട്ടിലെ ജനലിൽ കൂടെ ഒക്കെ ഓട് പൊളിച്ച് കയറി വീട് മൊത്തം നശിപ്പിക്കുന്ന സാധനം അതൊക്കെ. ഫുഡ് കൊടുക്കുന്നത് പഴത്തൊലിയാന്ന് കൊടുക്കുന്നത്. അല്ല പഴവ് കൊടുത്ത് മനുഷ്യര് തിന്നുന്ന പോലെ അല്ലെങ്കിൽ പഴത്തിൽ പൊളിച്ച് തിന്നേ. അങ്ങനെ നമ്മള് താഴെ എത്തി. അമ്പു പ്രാർത്ഥിച്ചോ? പല്ല് വരണമെന്നൊക്കെ പ്രാർത്ഥിച്ചോ? അമ്പു പ്രാർത്ഥിച്ച് എനിക്ക് പല്ല് വേണേന്ന് പ്രാർത്ഥിച്ചു. അമ്പു ഉടനെ വിടുന്ന എനിക്ക് പല്ല്. അതെ എവള് സമ്മതിക്കണം. ഈ പെണ്ണ കൈസ് മൊത്തം ചുമന്ന് കയറിയത് ഇറക്കിയത്. സ്ട്രോങ് വുമൺ, സ്ട്രോങ് മാം. ഓക്കെ, ഇനി നമുക്ക് നേരെ കാറിലോട്ട് പോവാം. നമ്മുടെ 6:45 എന്നാ പറഞ്ഞേ. അടിപൊളി. ഇത് തറയെ വീണ് അമ്പൂട്ടന്റെ ചണ്ടിയിലോട്ട് വെച്ചോ. എന്നാ കുഷനാണോ അമ്പുന്? അവന് കുഷനും ഉണ്ടോ? ചുപ്പിച്ചാ പോരെ. അമ്പു കുറിയിട്ട വേറെ ലുക്കാട്ടോ. സ്നേഹപ്പാട് കുഞ്ഞിന് ഇൻഫ്ലുവൻസിന് പല്ലിന്റെ അച്ഛണ്ടാവും. സ്നേഹം വന്നാ നോവിക്കണം. സ്നേഹം വന്നാ അത് മതിയായില്ല. അവന് വിശക്കുന്നു. റൂമിലെത്തോടെ പാൽ കൊടുത്തോളം കേട്ടോ. തിന്നു തന്നെ താനെയൊക്കെ ഇപ്പം കേറൂടി. താനെയൊക്കെ ഇപ്പൊ ചേറലൊക്കെ കേറി കാലുമേ കാലും കയറ്റിക്ക് ഇരിക്കും. ബാ ഗൈസ് നമുക്ക് ഇനി പൂളിൽ പോവാം. പൂളില് ഇൻഫിനിറ്റി പൂൾ എന്നൊക്കെ പറഞ്ഞത്. ഇതുവരായിട്ടും പൂളില് പോയില്ല ഇവിടെ വന്നിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കേറി അതിന്റെ മുകളിൽ കയറിയിട്ട് പുറമേനെ ഉണ്ടാ. അത് ചെറുക്കനെ വെച്ചിട്ട് കേറിയില്ല. ഇല്ല ഗൈസ് നമ്മൾ 51ാമത്തെ നിലയിലാണ് അവിടെ നിൽക്കുന്നത്. 51ാമത്തെ നില. ഓഹ് എന്റെ മോനെ, ഞാൻ ഇതൊക്കെ ടിവിയിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണുന്നത്. എന്റെ ദൈവം, എന്ത് രസമല്ലേ ഇൻഫിനിറ്റി പൂൾ. നമുക്ക് ഇറങ്ങണ്ടേ? അമ്പൂര് എന്തോ ചെയ്യൂടി നമ്മൾ ഇറങ്ങുമ്പോ? അമ്പൂനെ ഇറങ്ങാൻ മറ്റേ ഇതിന്റെ സാധനം വേണം, മറ്റേ റൗണ്ട് സാധനം വേണം. ഓ ഗായ്സ് ഒരു രക്ഷയില്ല കേട്ടോ ഇത്. ഈ പൂളിന്റെ റിഫ്ലക്ഷൻ മേളില് കാണാം നോക്ക്. ഓ പിള്ളേർക്കൂടെ ചെറിയ പൂളുണ്ട് കേട്ടോ. നമുക്ക് സൈഡിലോട്ട് പോവാം. സെറ്റ് കേട്ടാ. ഇവിടെ നിന്നുള്ള ഫോട്ടോസ് ആണ് നമ്മള് കാണുന്ന സംഭവം. മോനെ വ്യൂ നോക്കി ഗായ്സ്. സെറ്റ് കേട്ടാ. ചെറുക്കനെ ആരേലും ഒന്ന് കൊടുക്കും. പാഴ്സലേ റൂമിലോട്ട് പാഴ്സലേ. ടിൻ ടവർ അവിടെ കിട്ടും കേട്ടോ. ഓ സെറ്റ് കേട്ടാ. പക്ഷെ ഇവിടെ ഭയങ്കര ആളല്ലേ. ഓ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുമോ ഗൈസ്? ചേച്ചി പോസ് ചെയ്യും കേട്ടോ. നിനക്ക് പോസ് ചെയ്യണോ അങ്ങനെ? ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തോ. ഞാൻ ഇറങ്ങട്ടെ? അല്ല അവനെ ഇറക്കാൻ പറ്റത്തില്ല അവിടെ. പിള്ളേരെ ഇറക്കണമെങ്കിൽ മറ്റേ പാടാ പിള്ളേരെ ഇറക്കാൻ പാടാ. ആ പിള്ളേർക്ക് വേണ്ടി അപ്പുറത്തേ ഉള്ളൂ. ഭയങ്കര തിരക്കട. പക്ഷേ തണുപ്പൊന്നുമില്ല, കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ആട്ടോ ഇത്. അടിപൊളിയാട്ടോ. കുളിക്കുന്നതിന് മാത്രല്ല വ്യൂ കാണാം. ഇവിടെ ഇരുന്നാ മതി. കാലൊക്കെ ഇട്ടിരുന്നു. കാലിട്ടപ്പോ നമുക്ക് വെള്ളം നനഞ്ഞപ്പോ നമുക്ക് തണുക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ നമുക്ക് മെല്ലെ. ഇതുപോലെ വേറെ ഉപകാരമുണ്ട്. ആഴം എത്ര ഉള്ളു ഫോൺ അറിയത്തില്ല. അയ്യോ ബ്രോ, എന്റെ ഫോനോ സെറ്റാണ്. ഞാൻ അറ്റത്തോട്ട് വരുമ്പോഴേ അടിപൊളി കേട്ടോ. സെറ്റ് ഗൈസ്. Look at the background.
അവനിങ്ങനെ വെള്ളത്തിൽ കുഴപ്പമില്ലടാ, ഇത്ര ഉള്ളതുകൊണ്ട് അവനെ എടുത്തോണ്ട് നടന്നാ മതി. ഇങ്ങനെ ഞാൻ പറയുന്നത് പോവാറാകുമ്പോ മുക്കിയാ മതി. മുക്കണോന്നില്ല, വേണ്ട മുക്കണ്ട, ഇനി ഇല്ലാതെ മുക്കിയിട്ട് ഇനി പനിയൊന്നും വരുത്തണ്ട. ഇത് കുഴപ്പമില്ല, ഇത് നെഞ്ച് നനയാതെ മാക്സിമം പിടിക്കാം. ജസ്റ്റ് അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണോ? നീ വാ, എപ്പിടി ഇருக்கு? സ്വിമ്മിംഗ് സൂട്ട് ഒക്കെ ഇട്ടിട്ട് ചാടുണ്ടേ, ഫുള്ള് കവർ, ഫുള്ള് ടീഷർട്ട്, ഫുൾ കൈ. ഞാൻ എവിടെ പരിപാടി അവസ്ഥ. കൊള്ളാടാ, എടാ നിന്റെ കൈയും കാലിട്ട് അടിക്കുന്നത്. അടിക്കുക ഇങ്ങ അറ്റം വാ. ഇവിടെ ഒരുത്തിട്ട് വെള്ളത്തിൽ കളി. ഒരു അമ്പൂര് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഞാൻ വിചാരിച്ച പുള്ളി അമ്പൂര് വന്നത് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ പോവില്ലേ. നിങ്ങൾക്ക് ഈ അറ്റം കാണുമ്പോ പേടിയാവുന്നുണ്ട്, ചെറുക്കനെ കൊണ്ട് പോകുമ്പോ എനിക്കും പേടിയാവുന്നുണ്ട്. നമുക്ക് ഇതിന് സെന്ററിലോട്ട് നിക്കാം, ഈ ടിൻഡോറിന്റെ സെന്ററിലോട്ട് നിക്കാം. നിങ്ങൾ പൊക്കോ റൂമിൽ, ഞാൻ വരാം. എനിക്ക് കമ്പനി ചേച്ചിമാരെ കൊണ്ടുവിടെ. ഞാൻ ഇത് സംസാരമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടക്കുന്നത്. വിളിച്ചോട്ട് പോടി, നിന്നെ ഇറക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കി. ഇനി എനിക്ക് ഇച്ചിരി ആസ്വദിക്കണം. ഞാൻ ഇവിടെ വ്യൂ ഒക്കെ കണ്ട്, ഈ വ്യൂ കാണുന്നേ, ഈ വ്യൂ ഒക്കെ കണ്ട് എന്റെ സംസാരം അടിപൊളി ഗൈസ്. നോക്ക് സെറ്റ്. മതി ഇനി കുഞ്ഞെ നെഞ്ചു തന്നെയും അടിച്ച് വെള്ളം തെറിപ്പിക്കുന്നു. വൃത്തിയഷ്ടമായി പന്ന ചെറുക്കനായി. ചെറുക്കനെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അടിച്ച് ഫോണിന് മൊത്തം വെള്ളം തെറിപ്പിക്കും. അയ്യേ ചുമ്മാ അവൻ നനഞ്ഞ കേട്ടോ. കൊണ്ടുകയറി അവൻ ഈ വെകിളി തുടങ്ങിയാൻ പോയി. വെകിളി നീ റൂമിൽ പോ. ചുമ്മാ കുഞ്ഞ് ഇത് പെണ്ണെ കളിക്കല്ല. അവന് പനിയാവും, നാളെ കറങ്ങാനുള്ള. നീ എന്തിനു കാണിക്കണ? ഇപ്പൊ റൂമിൽ പോയാണ് മൃദുലേ. അവനെ കുളിപ്പിച്ചില്ല, മുക്കിയില്ലെങ്കിൽ അവൻ മൊത്തം തന്നെ. ഒറ്റൊരുത്തനാ എന്നെ കുളിപ്പിച്ചത്. ഇറക്കിവിടവനെ എടാ, നിനക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ കൊള്ളായിരുന്നല്ലേ? തറ ഇറങ്ങടാ. ഇറക്കി ഞാൻ കുറച്ചുകൂടെ കിടന്നേനെ, അടിച്ച് പൊളിച്ച്. നമ്മളൊക്കെ ഒതേനന്റെ നാട്ടുകാരാ. സത്യം. അത് എനിക്ക് തോന്നുന്നു ഈ ഫിലിപ്പീൻസ് ആണോ അവര് കളർ അവരൊരു കറക്റ്റ് നമ്മളിൽ പ്ലാസ്റ്റിക് മെലാലിൻ പറയുന്ന സാധനം അവര് കണ്ടിട്ട് പോലും ഇല്ല. അല്ല, ഭയങ്കര പാവക്കുട്ടി ഡോളിനെ പോലെ ഇരിക്കുക ചില ആൾക്കാരല്ലേ. ദാണ്ടെ കർട്ടനും താണ്ടി വരുന്നു ഗൈസ്. ജെൻസി പ്രവീൺ നിന്റെ ജെൻസി ആയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഹലോ ഗൈസ്, ദാണ്ട് നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരാൻ പോകുന്നു നമ്മുടെ ജെൻസി പ്രവീൺ. അല്ല അങ്ങനല്ല. എനിക്ക് വയ്യ. ഹലോ ഗൈസ്, അടുത്തതായിട്ട് ഇതേ നമ്മുടെ വരാൻ പോകുന്നു ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. എങ്ങനെയുണ്ട്? നമ്മള് നൈറ്റ് പുറത്തു പോകാൻ വേണ്ടി ഫുഡ് അടിക്കാൻ സ്ട്രീറ്റ്. ആ മാല എടുത്താ തരോ? അല്ല, ചാടിയപ്പോ വന്നേ അവിടെ. പൊളി അടിപൊളി ജെൻസി. വെൽക്കം ബാക്ക് മൃദുല മുരുകൻ ഓൺ ദ സ്റ്റേജ്. യാറടി മോഹിനി. ബോയൊക്കെ വെച്ച് മുടി തുടങ്ങിയില്ലേ? ഡ്രൈവറോ? അടിപൊളി സെറ്റപ്പ്. ക്ഷീണം നൈറ്റ് കറങ്ങാൻ പറ്റിയ കോസ്റ്റ്യൂം. കൊറിയൻ കുളത്തി വീണവരുണ്ട്. മതിയോ? ഇത് ഞാനാ. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ പ്രവീൺ. നമ്മള് കൊറിയൊന്നും ആയിട്ടില്ലേ ബ്രോ? വാട്സ്ആപ്പ് ബ്രോ. അവര് തൊപ്പി കിട്ടൂടേ. ഇന്നെല്ലാവരും സ്റ്റൈൽ മണ്ണൻ. ഗൈസ്, നമ്പൂട്ട് നല്ല ഉറങ്ങി. നമ്മളപ്പോ
നേരെ ബുക്കിറ്റ് ബിൻതാക്ക് അല്ലേ? ബുക്കിറ്റ് ബിൻതാക്ക്. ആ, അവിടെ പോവാ, ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ടില്ല. പറ്റുമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷോപ്പ് ചെയ്യണം. വേറെ പരിപാടി ഒന്നുമില്ല അല്ലേ? അതെ, നമ്മൾ നൈറ്റ് ഇന്നലെ ഒന്നും നമ്മൾ ഇറങ്ങിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി പുറത്തോട്ട് ഇറങ്ങി വെള്ളമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. വേറെ ഒന്നും ഇറങ്ങിയില്ല. അങ്ങനെ നമ്മളിത് ഔട്ട്ലിൽ വന്നിരിക്കുകയാണ്. നമ്മളവിടെ ഗ്രാബ് ഇല്ലെന്ന് തോന്നില്ലേ? നമ്മുടെ ഊബർ ഒക്കെ നമ്മള് അത് വന്നത് ഒരു തമിഴ് ചേട്ടനെടുത്ത്. നമ്മൾ ആദ്യം ഇംഗ്ലീഷിലേക്ക് സംസാരിച്ചു. പിന്നെ വിക്രം എന്ന ചേട്ടന്റെ പേര്. പുള്ളി ഇവിടെ തന്നെ അപ്പാവും മുത്തശ്ശനും ഉണ്ടായിരുന്നേ. കാരണം കുറെ കാണുന്നവരൊക്കെ തമിഴാ, വണ്ടി ഓട്ടിക്കുന്നവരൊക്കെ കൂടുതൽ തമിഴ്. അപ്പൊ എങ്ങനെയാണ് ഇവരിവിടെ വന്ന് എവിടെയാണ് താമസിക്കുന്നത്? തമിഴ്നാട്ടിലാണോ ഇവരുടെ വീട്, അതോ ജോലിക്ക് വേണ്ടി വന്നതാണ്? അങ്ങനെ കുറെ ഡൗട്ട് ഉണ്ടായിരുന്നേ. അതെന്തായാലും ഇന്ന് ക്ലിയർ ആയി. അല്ല, എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ എങ്ങനെ ഇങ്ങനെ മിക്സ്ഡ് കൾച്ചർ ആയിന്ന്. സത്യം പറഞ്ഞ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ റോഡൊക്കെ പണിഞ്ഞ നമ്മുടെ തമിഴ്നാട് മക്കളാണ്, അല്ലാതെ മലേഷ്യൻ പീപ്പിൾസ് അല്ല. റോഡും ബ്രിഡ്ജും ഇതെല്ലാം പണിഞ്ഞത്. അതായത് ഈ ബ്രിട്ടീഷുകാരന്മാര് പണി എടുപ്പിക്കാൻ വേണ്ടി നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പണി എടുപ്പിച്ചാണ്. ചോര നീരാക്കി അവരുണ്ടാക്കിയതാണ് ഈ മലേഷ്യ. അങ്ങനെ ആ പണിക്ക് വന്നവര് പിന്നെ കുടുംബമായിട്ട് ഇവിടെ താമസിച്ചു. പിന്നെ അവര് ജനറേഷനായി ഇവിടെ തമിഴ് പീപ്പിൾസ്, അവരും വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ അതായത് 80% മലയാണെങ്കിൽ വെറും 20% പോലും ഇല്ല തമിഴ് പീപ്പിൾസ് എന്ന് പറയുന്നത്. അവരെന്തായാലും മലയിൽ പഠിച്ചേ പറ്റൂ. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവര് പുറത്താക്കുമെന്നാ പറഞ്ഞല്ലേ? മീൻസ് അവരെ അടിക്കുമെന്നൊക്കെ പറയുന്ന ആ ചേട്ടൻ. അറിയില്ല, എന്തായാലും അങ്ങനെ വിരട്ടിടുവാങ്ങ. പഠിച്ചില്ലെങ്കിൽ അവര് വിരട്ടു എന്ന് പറഞ്ഞു. സോ ഇവിടെ ഉള്ളത് മുസ്ലിംസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ മുസ്ലിംസ് ആണെങ്കിലും നമ്മളെ നാട്ടിലെ പോലെ നമ്മളെ നാട്ടിലെ മുസ്ലിംസ് ഒക്കെ നമ്മളെ നാട്ടിലൊക്കെ വരുമ്പോ പലരും എന്താ പറയണേ, അവര് കറക്റ്റ് ഹലാൽ അങ്ങനെ എന്തോ പറയുന്നില്ലേ? എനിക്ക് പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നാലും കറക്റ്റ് മുസ്ലിം പലരും പോർക്ക് കഴിക്കാറില്ല. കറക്റ്റ് ആ ഒരു പലരും അങ്ങനെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ അവരെ ഹലാലത് പേരിന് പറയുമെങ്കിൽ പോലും പക്ഷെ അവരെങ്ങനെ അവരുടെ ലൈഫ് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. അവരെല്ലാ കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യും. ലൈക്ക് ഡ്രിങ്ക്, എല്ലാരും അല്ലായിരിക്കാം, ഡ്രിങ്കും അല്ലെങ്കിൽ എല്ലാ പരിപാടിയും എല്ലാ രീതിയിലും ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് പറയണ. പക്ഷെ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഗൈസ്. ഇവിടെ തമിഴ് അവർക്ക് പഠിക്കുന്നതിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബിലും അവരെ അടുപ്പിക്കൂല. എല്ലാ മെജോറിറ്റി ഹൈ ലെവലിലും മലായി പീപ്പിൾസ് ആയിരിക്കും. അതെ, ഭയങ്കര റേസിസം ഒക്കെ ആണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ലൈക്ക് എല്ലാ കാര്യങ്ങളിലും, പഠിത്തം തൊട്ട് ജോലി വരെയും വിരളിൽ എണ്ണാവുന്ന 1-2 പേരൊക്കെ ഇവിടുത്തെ ഗവൺമെന്റിലും പോലീസ് ഫോഴ്സിലൊക്കെ ഉള്ളു. പിന്നെ അവർക്ക് നമ്മളെ കണ്ടപ്പോ ഭയങ്കര സ്നേഹം. അത് എവളെ തമിഴാന്ന് അറിഞ്ഞപ്പം എവളുടെ അടുത്ത് ഭയങ്കര സ്നേഹം. നമ്പർ വാങ്ങി, ഇങ്ങോട്ട് ചോദിച്ച നമ്പർ വാങ്ങി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. അത്രയല്ല, അവര് ഇവിടെ താമസിച്ചാലും നമ്മളെ തമിഴെന്ന് കേൾക്കുമ്പോ അവർക്കൊരു ഇന്ത്യയോടാണല്ലേ ഒരു സ്നേഹം. ഇവിടെ താമസിച്ചാലും അവർക്ക് നമ്മളെ നാട്ടിനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അത് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അടിപൊളിയാണ്. അല്ല, ഇവിടത്തെ തമിഴ്നാട്ടുകാർ ഭയങ്കര അടിപൊളി. നമ്മളെ ഡ്രൈവിംഗിൽ വരുന്ന ചേട്ടന്മാരെല്ലാമേ നല്ല നല്ല കമ്പനിയല്ലേ എല്ലാവരും. അപ്പൊ ഇൻഫർമേഷൻ കഴിഞ്ഞ് നമുക്ക് ഷോപ്പ് ചെയ്താലോ? അതെ, ഇൻഫർമേഷൻ കഴിഞ്ഞ് ഷോപ്പ് ചെയ്യാം. വാ. ഞാനൊരു പബ്ലിക് ഡാൻസ് അങ്ങ് കാച്ചി ഗൈസ്, ഒന്നും നോക്കിയില്ല. പക്ഷെ ഇവിടെ കളിക്കാനേ, ഇവിടെ കാണിക്കാൻ ഒരു ഉളുപ്പില്ല. എനിക്കാണെങ്കിൽ പണ്ടൊക്കെ നമ്മള് പിന്നെ ഇതൊക്കെ നൈറ്റിയും അതല്ലടാ, പണ്ട് നൈറ്റി കിട്ടും പുറത്തൂടെ ഒക്കെ പല ഇതും കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു 2-3 ടേക്ക് എടുത്ത് ലാസ്റ്റ് ടേക്ക് ശരിയാക്കി. എന്റെ വീഡിയോഗ്രാഫർ അമ്പുനെ വെച്ചോണ്ടാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. വിശക്കുന്നു ഫുഡ് കഴിക്കാം കൈസ്. നമുക്ക് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ ഇരുന്ന് കേട്ടോ. അതിനിടയ്ക്ക് വാങ്ങിച്ച ഫുഡ് എന്ന് കേട്ടാൽ അമ്പു അവിടെ ഉണർന്നിട്ടുണ്ട്. കളർഫുൾ മെനു ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്തോ 3D ആണ് ഇത് കണ്ട. ഇത് ഇവിടെ മെയിൻ സീ ഫുഡ്. പക്ഷെ എനിക്ക് സീ ഫുഡ് ട്രൈ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഡക്കിന്റെതും പറഞ്ഞു. ഇത് ഡക്കിന്റെ എന്തോ ഇല്ല. ഞാൻ ഓയിൽ കുറച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. മൃദുല പറഞ്ഞത്. പുറത്തു പോയോ? അവിടെ ഇതിനകത്ത് എന്താ മീന്റെ മുട്ടയോ എന്തൊക്കെയാണ്. എനിക്ക് പിന്നെ എന്തുവാ ഇത്? അതിനകത്ത് ഫിഷ്, ചുമ്മാ മാവ് കോട്ടിങ്ങേ ഉള്ളൂ. ആരുടെ വിജയിക്കുമെന്നറിയാം. പിന്നെ ഇവിടെ കുടിവെള്ളത്തിന് തന്നെ 2 രൂപ പൈസ ഇവിടുത്തെ
ആണോ? അപ്പൊ എന്താ പറയുന്നത്, തേയിലവെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് തേയിലവെള്ളത്തിൽ ഐസ് ഇട്ടൊന്നും വേണ്ട, നമുക്ക് നല്ലത് എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് 10 റിംഗിറ്റ് വെച്ച്. ഒരെണ്ണം പറയാം, ഒരെണ്ണം ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പൊ ഏത് ജ്യൂസ് വേണം? നമ്മൾ അവിടെ കിട്ടാത്ത മാംഗോ ജ്യൂസിന് എത്ര രൂപടാ? 15 രൂപയെ ഒരു മാംഗോ ജ്യൂസിന്. എനിക്ക് മാംഗോ ജ്യൂസ് വേണ്ട. ഇവിടെ ഒരുത്തി എന്നെ തവള ഇറച്ചി തിന്നാത്തതിന് വഴക്കുറഞ്ഞ ഡക്ക് തീർന്നെന്ന്. ഡക്ക് തീർന്നെന്ന് ഗൈസ്. ഇതെല്ലാം തവളയുടെ ഐറ്റമാ. കണ്ടോ, ഇതുണ്ടോ ഫ്രോഗ്, കണ്ടോ ഫ്രോഗ്, ബുൾ ഫ്രോഗ് ബള്ളോ തല തിരിച്ചാ കണ്ടേ. ഫ്രോഗ് വേണ്ട, നീ വേണേ വാങ്ങിച്ചോ. എനിക്ക് വേണ്ട, മറിക്കുന്നത് ഫ്രോഗ്. അത് യവന്മാര് ചൊറിയൻ തവളയൊക്കെയാണെന്ന് ആക്കറിയാൻ വെച്ചുണ്ടാക്കുന്നത്. എനിക്കൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും നല്ല വായിക്ക് എടാ സീ ഫുഡേ പാളിയാ ഇളവ്, അതുകൊണ്ടാണ് എനിക്ക് മെനയാന്ന് മറ്റേ അത് കഴിച്ചിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കണവ വേണ്ട. കുടിച്ചു നോക്ക്. ഇന്നത്തെ നമ്മള് കുടിച്ച എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു, ഇതെങ്കിലും ആണല്ലേ. നല്ലത്. ഓവർ മധുരം ഇല്ല, സൂപ്പർ സാധനം. ഗൈസ് കൈയഴി വെള്ളം. നിന്റെ റാമേൻ ഇത് കൊഴക്കട്ട വെള്ളത്തിട്ടത്. ആ ഫോട്ടോയില് വലിയ ഉണ്ട കാണിച്ചിട്ടേ. അല്ലേലും ഏമാരിങ്ങനെ പറ്റിപ്പ അവസ്ഥ. അത് നമ്മുടെ നാട്ടില് എടാ ഒരു ഫ്ലേവർ ഇല്ലാത്ത സാധനം നീ എന്തുവാ ഫോട്ടോയിൽ കണ്ട കൊഞ്ച് കോപ്പുണ്ട് ഇതിനകത്ത്. ഇത് കൊഞ്ചാണോ? എത്ര വലിയ കൊഞ്ച് കിട്ടുവോ? അത് ബ്രെഡാടാ, അത് ബ്രെഡ് അരിഞ്ഞിട്ടിരിക്കടാ മൊണ്ണേ. ഫോട്ടോയിൽ കൊഞ്ച് കാണിച്ചോ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. പക്ഷെ ഞാൻ പറയട്ടെ അടിപൊളി സാധനമായിരിക്കും. ഇത് എരിയൊന്നും കാണത്തില്ല മൃദുലേ, എരിയും പുളി ഒന്നും കാണത്തില്ല ഈ സാധനം. വെറുതെ എത്ര ആറമ്മ? 15 ആറമ്മ. 15 ആറമ്മ ഇപ്പൊ ആകാശത്തൂടെ പോകും. നമ്മൾ ഇവിടുത്തെ കഴിച്ചതിൽ ഒരു ഭൂരിഭാഗം ഫുഡ് ഫ്ലോപ്പ് ആയിരുന്നു. നോക്കിട്ട് ഞാൻ പറയാം. ഇവര് ഇന്നത്തെ ഉപ്പ് കുരുമുളകും തരൂല. വേണേ ചോദിക്കാം ഉപ്പും കുരുമുളകും. ആദ്യം വെള്ളം കുടിക്കട്ടെ. ഊതി കുടി. വലിയ കുഴപ്പമില്ല, സീരിയസ്ലി. ആണോ? നിനക്ക് ഇഷ്ടപ്പെടും. ഫ്ലേവർ ഈ കാണുന്ന പോലെ പച്ചവെള്ളം അല്ല, ഇതിന് ഫ്ലേവർ ഉണ്ട്. ആണോ? ഇത് തിന്നട്ടെ. എന്റെ പേരെന്തോന്ന് ചോദിക്കല്ലേ? എന്തോ ഒരു ബോൾ ഫിഷ്. കഴി ഞാൻ പേരിട്ട് സ്മാൾ മലേഷ്യൻ ബോൾസ്. അതെന്തോടാ, കുഴക്കട്ടാണോ? അതിന്റെ ഉള്ളില് മീൻ അരച്ചാണോ? മീൻ അരച്ചതോ? പോലീസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു. വെള്ളം ഇത് നൂഡിൽസ് ആണോ? കൊഞ്ചുണ്ടോ? ഇത് കൊഞ്ചാ. ഇത് കൊഞ്ചല്ലേ? ചൂടായിരിക്കുവേ. ഊതി കുടിയേ. അടിപൊളി സാധനമാണ്. കണ്ടു കഴിഞ്ഞാ കൊള്ളൂല, പക്ഷെ മീന്റെ റോ ടേസ്റ്റാ. അത് എനിക്ക് ലക്ഷദ്വീപ് പോയപ്പോഴും എനിക്ക് മീന്റെ റോ സ്മെല്ല് അങ്ങോട്ട് കുഴപ്പമില്ല. ആ കറക്റ്റ് മീന്റെ റോ മീൻ പച്ചമീൻ തിന്നിട്ടുണ്ടോ? എടാ നമുക്ക് പച്ച മീൻ സ്മെല്ല് ചെയ്യുമ്പോ ഒരു സാധനം കിട്ടുമല്ലേ, ആ ഒരു ഇതാണ്. ഇതെന്തോ ബ്രെഡാണോ? അത് ഞാൻ കഴിച്ചില്ല. നൂഡിൽസ് ഉള്ളാവോ? എടാ ഇതും ഫിഷാടാ. അതും ഫിഷാ. പച്ച ഇല ഒരെണ്ണം തിന്നേ. അല്ലല്ല, ഇത് ഫിഷ് അല്ല, ഇത് സോസേജാ. ഇല ഒരെണ്ണം തിന്നേല. ഇത് ഹെൽത്തി ആട്ടോ, സാധനം ഹെൽത്തിയാ. എന്താന്ന് പറയുന്ന സാധനം എണ്ണയൊന്നുമില്ല. എടാ വെള്ളത്തിനൊരു ഫ്ലേവർ ഇല്ലേ? വെള്ളത്തിന് ഫ്ലേവർ ഉണ്ട്, പക്ഷെ ബോള് മൊത്തം മുളക് തിന്നാ മതി. എനിക്ക് വേണ്ട. ഇത് ഉലുവയാണ് കേട്ടോ, ഉലുവ മുളപ്പിച്ചതാണ്. ഇത്രയും രീതിയിൽ മുളപ്പിച്ചോണ്ടാണ് ഒട്ടും കഴിപ്പില്ല. സാധനം ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓ എന്റെ ഐറ്റം വന്നു ഹെൽത്തി ഹെൽത്തി ഒന്നും അല്ല. ഞാൻ ചിക്കൻ വിങ്സ് പറഞ്ഞു കേട്ടോ, ഗ്രിൽഡ്. ഇന്നലെ ട്രൈ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓഹോ ഇതിന്റെ കളർ തന്നെ നോക്ക്. ഇത് സ്കിൻഡ് ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് ഡിപ്പിലൊക്കെ കൊണ്ട് മുക്കി. അടിപൊളി കേട്ടോ. നല്ല ഹണിയൊക്കെ അടിയിട്ടുണ്ട്. അകത്തെ മാംസം കുറച്ച് വെച്ചാൽ അമ്പൂട്ടല് പുറത്തെ തൊലി നീ തിന്നു.
ഇന്നത്തെ കൊള്ളാവോ? കൊള്ളാം. അപ്പൊ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. ഇഷ്ടപ്പെട്ട് കിട്ടി, ഏട്ടനും ഇഷ്ടപ്പെട്ട് കിട്ടി. അത് ഇവിടെ വരണോടെ, ഈ സ്ട്രീറ്റിൽ വരണം നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ. ഇവിടെ വരണം. നല്ല പോളിങ് കേട്ടാ, അമ്പ് നല്ല പോളിങ്. മലേഷ്യ ഫുഡ് മതി, ഞാൻ വെച്ചുകൊടുക്കേണ്ടി വരും. തല ഇങ്ങനെ ഫുഡ് ഇഷ്ടപ്പെട്ടല്ല ഇങ്ങനെ തല കേട്ടണം. സൂപ്പൊക്കെ കൊടുക്കുക. അതിനകത്ത് ഇതിന്റെ റൈസ് ആട്ടോ, ഇത് മൈദയല്ല. റൈസ് നൂഡിൽസ് ആക്കിയതാട്ടോ. നീളത്തിന്റെ ഒരെണ്ണം കിട്ടിയില്ലേ, നീളത്തിന്റെ ഒരെണ്ണം കിട്ടുമ്പോഴേ എത്ര നീളം കൊടുത്തു നോക്കും. കഴിച്ചത് 39.50 MYR. അപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര രൂപയ്ക്ക് കാണും? 19. കാൽക്കുലേറ്റർ ഇല്ലാതെ പറയാൻ പറ്റുമോ? ഞാൻ പറയാം. ഏകദേശം പറഞ്ഞാലും മതി. ഇതിപ്പോ ഒരു 40 കിട്ടേ. 10 ആയപ്പോ തന്നെ 230, 20 ആയപ്പോ 460, 460, 460, 800, 900, 940-60 രൂപ, അത്ര സംതിങ്. എന്തായാലും 1000 രൂപ താഴെ ആയിട്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ വയറ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പറയണമെന്ന്. 920. ഓക്കെ, 920. ഇത് അവര് കൊറേ പേര് ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് പോർക്കിന്റെ എന്തോ സംഭവം എന്ന് വെച്ചാൽ, ഇത് പോർക്കിന്റെ സ്കിന്നുണ്ടല്ലോ, പോർക്കിന്റെ സ്കിന്ന് അവര് ഫ്രൈ ചെയ്തതാ. വേണ്ട ബാബുവ, ഭയങ്കര ഓയിലാ അവരെ ഫുഡ്. നമ്മുടെ സത്യം പറഞ്ഞാലേ നമ്മുടെ ഫുഡിൽ മാത്രല്ല, ആ ഫുഡ് കഴിക്കുന്ന രീതിയിലും ഉണ്ട് കൾച്ചറെ. അവിടെ ഉള്ളൊരു പച്ചവെള്ളം സ്ട്രോ ഇട്ട് കുടിക്കുന്ന ആ ഗ്ലാസ്സില് പച്ചവെള്ളം അവര് കയ്യിലൊന്നും ഒരു തുള്ളി ആക്കില്ല. നമുക്ക് പറ്റത്തില്ല കേട്ടോ. എങ്ങനെയാലും നമ്മൾ കഴിച്ച് സ്പൂൺ കൊണ്ട് കഴിച്ചാലും കഴിച്ച് വരുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ ആവും. ഇത് മോമോസാ. പിന്നെ മോമോസ് അല്ല, വാങ്ങിച്ചെന്നാ നീ ട്രൈ ചെയ്യോ? നീ ട്രൈ ചെയ്യോ? നോ, നമ്മളെ ബേബിക്ക് കുറച്ച് പേടിയാ. ഇതൊന്നും കാണിച്ചാ വശീകരിക്കാൻ പറ്റൂല. തിരക്ക് നോക്കുക മോനെ. പേടി മൃദുലേ, ഇത് ഇവിടെ രാത്രിയാണ് കേട്ടോ. ആർക്കും ഉറക്കമൊന്നുമില്ല. ഓ ഇത് സൂപ്പർ കേട്ടോ മൃദുലേ. നിന്റെ മുട്ടയൊക്കെ ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്. നോക്കി, ഗോലിയൊക്കെ പൊരുത്തിട്ടേക്കുന്നു. മൃദുലയ്ക്ക് ഇന്നലെ ട്രൈ ചെയ്യണമെന്നായിരുന്നു. ഹൗ മച്ച് വൺ ബോക്സ്? 20. Okay. Card. Take it one medium spicy. But add 2 oil. Not too much oil, less oil. അത് അവരെടുത്ത് നേരെ അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. അത് ഓയിൽ അല്ലടാ, വെള്ളമാടാ അത്. Okay. എന്താണ് മോളം കഴിച്ചാൽ മതി. അതിൽ നിന്ന് എന്തോ ഒരു മസാല. Oh, that's too much oil. Take it. Little. അത് ഫുള്ള് ഓയിലാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവര് ഭയങ്കര ഓയിൽ ചേർക്കും കേട്ടോ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരും തവി ഫുള്ള് എടുത്ത് ഒഴിക്കും. ഓക്കെ, അതെല്ലാം കൂടെ എടുത്തോട്ടിട്ട് ഇനി മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ചേട്ടാ, നമ്മളെ ചാളയൊക്കെ വാങ്ങുമ്പോൾ 2 ചാള മീൻ ചേട്ടന്മാര് എക്സ്ട്രാ ആയിരുന്നില്ലേ? വേറെ ഒരു ഉപ്പ് ഇട്ടു. ഉപ്പാണോ എന്തോ സാധനം ഇട്ട് കേട്ടോ. അപ്പുറം നമ്മുടെ ചിക്കന്റെ പല ഐറ്റംസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. ഇത് ഓൾറെഡി ഇത് സ്റ്റീംഡ്. Already steamed or fried? Like a steamed. Here we cook and we cook again. Okay. ഇവര് റോ ആയിട്ട് ഇത് സാധനം സ്റ്റീം ചെയ്ത് വെച്ചേക്കോ. അതാണ് ഈ കളർ. ഓക്കെ. ചോറിട്ടോ അതിനകത്ത് എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. എന്തായാലും കളർ നോക്ക് ഗൈസ്. ഇതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ. ലൈവായിട്ട് ഉണ്ടാക്കി തന്നു. കാണാനൊക്കെ മുടിഞ്ഞ ലുക്കാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓയിലാണെന്നേ. രസോ എന്റെ പൊന്നെ, സത്യം രസം. തമിഴ്നാട്ടുകാരുണ്ടല്ലോ, ഒരു ടച്ച് കിട്ടുമായിരിക്കും എത്രയായാലും. ചൂടായിട്ടോ, ഓരോന്നും എടുത്തിട്ട് ട്രൈ ചെയ്തിട്ട് ബാക്കി എടുക്കാമേ. ഓക്കെ. പക്ഷെ കുക്കാവും കേട്ടോ സാധനം. ആൾറെഡി ഇച്ചിരി ഉള്ളു സാധനം. എടാ, എവരിന്റെ വേസ്റ്റ് കളയായിരിക്കോ? എനിക്ക് അതേ ഉള്ളൊരു ഡൗട്ട്. എനിക്കറിയാൻ വയ്യ മോളെ, മനസ്സിൽ ലഡു പൊട്ടും. സ്പൈസി ആണോ? മീഡിയം സ്പൈസി ആണെന്നല്ലേ അവര് പറഞ്ഞത്. പക്ഷെ എന്നാലും സ്പൈസി ഉണ്ട്. ജിഞ്ചർ ഗാർലിക് ഉണ്ടോ? നിനക്ക് ഇഷ്ടപ്പെടൂല. കൊള്ളാം. ആ റോ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരുപാടില്ല. 2 വട്ടം കുക്ക് ചെയ്യുന്നയാ. ഇത് രസം. ജിഞ്ചറും ഗാർലിക്കും നല്ല അരച്ച് ചേർത്തിട്ടുണ്ടോ? ഇത് എടുത്തോണ്ട് റൂമിൽ പോവാം. റൂമിൽ പോയി സമാധാനമായിട്ട് ഇന്ന് കഴിച്ചോ. എനിക്ക് എഡിറ്റിംഗും ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതിന് അമ്പൂരിനെ കൊടുക്കൂല.
അപ്പൊ പാക്ക് ചെയ്യാൻ തിരിച്ചു അവരോട് കഴിച്ചിട്ട് പാക്ക് ചെയ്യാം റൂമിൽ കൊണ്ടേ കഴിക്കാം. ഞാനൊരു ലാമ്പിന്റെ ഗ്രില്ല് പറഞ്ഞു കേട്ടോ. 10 RM 10 RM ആയപ്പോ എത്ര ആയടാ? 230. ചേച്ചിയേട്ടെ ഞാൻ വിചാരിച്ചു ഭയങ്കര ഹാർഡായിരിക്കും, പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ. അതങ്ങേട് എങ്ങനെയുണ്ട്? ഇത് പൊളി സാധനം കേട്ടോ ഗൈസ്. എന്തോ ഒരു മസാല ഇട്ടിട്ടുണ്ട്, ജീരകം. ഒന്നെങ്കിൽ ഞാനും മൃദുല മലേഷ്യയിൽ തന്നെ കിടക്കും. ഇവക്ക് ഇതൊക്കെ ട്രൈ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാം മൃദുല. ഇത് റോയാന്നാ തോന്നുന്നു, എനിക്കറിയില്ല. അതുപോലെ കഴി ഈ ടൂത്ത് പിക്ക് വെച്ച് വേണമെങ്കിൽ മുടിയേ മാറ്റി. ഞാൻ അങ്ങേടുത്ത് ചോദിച്ചേട്ടോ ഇതെങ്ങനെ കഴിക്കണ്ടേന്ന്. അങ്ങനെ പറയാനേ 2 പീസ് 10 രൂപ. മനസ്സിലായില്ല പറഞ്ഞത്. മനസ്സിലായില്ല. അടിയിലും മീൻ പച്ചക്കാന്ന് തോന്നുന്നു കേട്ടോ മൃദുലേ. ഇങ്ങനെയുണ്ട്. നമ്മളീ ഇഞ്ചി വെളുത്തുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യും. ആണോ? ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഇത് കഴിക്കാൻ വേണ്ടി പോവാ. ചിലര് നാരങ്ങ മാത്രം പിഴിഞ്ഞിട്ട് തിന്നു അറിയാവോ? അത് അവര് തിന്നും, നമുക്ക് ഇത് ഇവിടെയാണോ തിന്നത്? ഇവിടെ അല്ലേ? പച്ച മീൻ കഴിച്ചു. ആ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളതുകൊണ്ട് ആ മേലത്തെ സാധനം തിന്നാ, അടിയിലത്തെ മീൻ തിന്നാൻ പറ്റൂല. പെണ്ണിന് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ വയറ്റ് ശല്യം പോയെന്ന് തോന്നുന്നു കേട്ടോ. അവിടുന്ന് പ്രസവിച്ച് പെരുവെന്തോ. ഇത് മെർക്കുറി അല്ലേ ഈ സാധനം? ഈ ഷെല്ല് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഷെല്ല് ഒരിക്കൽ മെർക്കുറി ആക്കുന്നതെന്ന്. അങ്ങനെ പറയുന്നു. മൃദുല തിന്നതായ മൊത്തം പുകയ്ക്കുന്നു. അതിനകത്ത് ഫുഡ് പോലും കാണാൻ പറ്റും തോന്നുന്നു. ചാള അയല എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റവും കിട്ടും ഇവിടെ. നമ്മളൊരു ഐറ്റം വാങ്ങിച്ചേട്ടാ, മാംഗോയുടെ പൽപ്പ് ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ സാധനം. എന്തു ടേസ്റ്റ് അടി ഇത്. ഞാൻ വാങ്ങിച്ച ഇപ്പഴാണ് വിട്ടത്. അടിപൊളി സാധനം. ഫ്രഷ് ഇല്ലേ? ഇല്ല മാങ്ങ ഇല്ല, നമ്മളില്ല കൈ കുടച്ചിട്ടാണ് ഇരിക്കുന്നത്. തരുന്നില്ല. അമ്മൂന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വിളിക്കാം, ഗ്രാബ് വിളിച്ച് പോവാം. മതി, വയറ് ഫുള്ളായ കേട്ടോ. കയ്യിലും ഉണ്ട് എന്തൊക്കെയോ, ഇനി അവിടെ പോയി കഴിക്കാനുള്ളൂ. മതി, പോവാം. ഓവറായി വന്നിട്ടൊന്ന് ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്തത്. ഇവിടെ ഭയങ്കര കറക്കവും ഭയങ്കര ചാട്ടവും. രാവിലെ എനിക്ക് ഞാൻ ഭയങ്കര ഡ്രസ്സായിരുന്നു. രാവിലെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഡ്രസ് ഓക്കെ ആയിരുന്നു. ഇപ്പഴാണെങ്കിൽ ഓക്കെ ആയിരുന്നു. നമ്മളല്ലേ രസമില്ല അതുപോലെ ജെൻസി തന്നെ ഗൈസ്. ഇതിലെല്ലാത്തിലും അമ്പൂട്ടിനാ കൊള്ളവണേ. ഓ വീണു നടുക്കോട്ടിരുത്ത്. ഓടി വാ. അങ്ങനെ ലുക്കൊക്കെ നീ കാട്ടാക്കടയാണോ ഉള്ളേ? അയ്യോ ചോദിച്ചു കേട്ടില്ലേ? കാട്ടക്കടം കഴക്കൂട്ടത്തുള്ള. അപ്പൊ കാഴ്ച നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ മലേഷ്യയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നാളെ വെറൈറ്റി സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പൊ ഹോപ്പിക്കാസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. ഗുഡ് നൈറ്റ്.